മലപ്പുറം പാണ്ടിക്കാട്ടെ 14-കാരന് നിപ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിലെ പരിശോധനാ ഫലവും പോസിറ്റീവായി. കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ സാമ്പിളുകൾ പരിശോധിക്കും. പാണ്ടിക്കാട് 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരങ്ങൾ പ്രസാദ് കാളിദാസ് നൽകും. കാളിദാസ്, ഇപ്പോൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കുട്ടിയെ മാറ്റിയിരിക്കുന്നത് അറിയുന്നു. അവിടെ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ലിബീഷ്, സംസ്ഥാനത്ത് 5-ാം തവണ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പായിരുന്നു പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പുറത്തു വന്നത്. അതിൽ തന്നെ 14 വയസ്സുകാരന് ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു കോഴിക്കോട്ടേക്ക് എത്തിയത്. മുൻപ് 3 സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു ഈ 14 വയസ്സുകാരൻ. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു എത്തിയിരുന്നത്. ഇന്ന് രാവിലെയായിരുന്നു പൂനെ വൈറോളജി ലാബിലേക്ക് ഫലം പരിശോധിക്കാനായി അയച്ചിരുന്നത്. അതിന് മുൻപേ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ കൊടുത്ത് ഒരു സ്ഥിരീകരണം വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം പൂനെ വൈറോളജി ലാബിൽ നിന്നും സ്ഥിരീകരിച്ചു. അവസാനം സംസ്ഥാനത്ത് 5-ാം തവണ നിപ്പ എന്ന ഒരു നിലയിലേക്ക് എത്തി. ഇനിയും തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കെല്ലാം കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാനമായും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ജനങ്ങളോടൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടത് അവർക്ക് മാസ്ക് നിർബന്ധമാക്കണം. എന്തായാലും മാസ്ക് ധരിക്കണം. അതേപോലെ തന്നെ ആശുപത്രിയിലേക്കുള്ള ആവശ്യമില്ലാത്ത വരവുകളെല്ലാം ഒഴിവാക്കണം എന്നുള്ള തരത്തിലാണ്. ആവശ്യമുള്ളവർ മാത്രം ആശുപത്രിയിലേക്ക് എത്തുക. മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യാപിക്കാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം ഇതെല്ലാം ചെയ്യാൻ എന്നുള്ള തരത്തിലും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയെ കൂടാതെ 4 പേർക്ക് കൂടി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതുകൂടാതെ മലപ്പുറത്ത് ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു കുട്ടിക്ക് പനി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിക്കും ഇപ്പോൾ ഒരു നിരീക്ഷണം അത്യാവശ്യമാണ്. എന്തായാലും മലപ്പുറത്ത് തന്നെ ഇത്തരത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 കിടക്കകളുള്ള അല്ലെങ്കിൽ 30 മുറികളുള്ള ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വൈറോളജി ലാബിലെ ഫലത്തിന് ശേഷം അടിയന്തര യോഗം വിളിച്ച് മന്ത്രി വീണ ജോർജും അതേപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും ഇതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. വീണ്ടും നിപ്പയെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇവരെല്ലാവരും. ജനങ്ങളോടും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വൈകുന്നേരം അവസാനം കൊടുത്ത ഒരു വീണ ജോർജിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം വീണ ജോർജ് ആ ഒരു പത്രസമ്മേളനത്തിന് അറിയിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ മലപ്പുറം ജില്ലാ കളക്ടർ കൃത്യമായി വാർത്താക്കുറിപ്പിൽ പുറത്തിറക്കുമെന്നുള്ള തലത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു വാർത്താക്കുറിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറേ നിർദ്ദേശങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുമുള്ളത്. എന്തായാലും ഈ ഒരു കുട്ടിയുടെ വാസസ്ഥലമായ, അതായത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ്. ഈ കുട്ടിയുടെ വീടിന് ചുറ്റുമുള്ള ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെ എല്ലാം നിരീക്ഷിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത്. അതുകൂടാതെ തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളായ സഹപാഠികളായിട്ടുള്ള കുട്ടികളെയും എന്തായാലും നിരീക്ഷിക്കും. കുട്ടി ഇതിനു മുമ്പ് ഇടയ്ക്കൊന്ന് വിനോദയാത്ര പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലും ഒരു സമ്പർക്ക പട്ടിക ഒരുക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കും. എന്തായാലും ഇനിയുള്ള വരും മണിക്കൂറുകളിൽ എത്ര പേർ ഇനി കൂടുതൽ നിരീക്ഷണത്തിലാകാനുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 4 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൂടാതെ നിരീക്ഷണത്തിൽ തുടരുന്നത്. അതേപോലെ തന്നെ മലപ്പുറത്ത് കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു കുട്ടിക്കും പനി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ നമുക്കറിയാം നിപ്പ എത്രത്തോളം വ്യാപിച്ചു എന്നുള്ള തരത്തിൽ. ലിബീഷ്. കാളിദാസ്, ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റൂട്ട് മാപ്പ് തയ്യാറാക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി? ഇപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ടോ? ലിബീഷ്, ഊർജിതമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട്. കൂടുതൽ അറിയാനുണ്ട്. എന്തായാലും മുൻപത്തെ പോലെ തന്നെ ഒരു വലിയൊരു വ്യാപനം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് കരുതാം. കാരണം ഒരു ഇൻഡെക്സ് പേഷ്യൻ്റ് വന്നപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. എന്നാലും അതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മാസം 15ഓടുകൂടിയാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിന് ഇത്ര ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഇത്ര ദിവസം മുമ്പ് എന്നുള്ളൊരു കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ദിവസം തൊട്ടുള്ള ഈ കുട്ടി ഇടപഴകിയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു പേര് വിവരങ്ങൾ എന്തായാലും ഉടൻ തന്നെ ശേഖരിക്കും. ഇപ്പോൾ നിരീക്ഷണത്തിൽ ഏകദേശം 214 പേരാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ചുള്ളത്. നിരീക്ഷണത്തിൽ 214 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 60 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലാണ്. അതായത് അവർക്ക് ലക്ഷണങ്ങൾ അതികഠിനമായി കാണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ വേണം കരുതാൻ. എന്തായാലും ഇനിയും വരും മണിക്കൂറുകളിലാണ് നമുക്ക് അറിയാനുള്ളത് എത്രത്തോളം ഇതിനെ പിടിച്ചു കെട്ടാനാകും, ആരോഗ്യമേഖല എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു 2018 മുതൽ ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്തത് മുതൽ ഇപ്പോൾ 5ാം തവണ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇത്രയും ഉള്ള ഒരു കാലയളവിൽ ആരോഗ്യവകുപ്പിന് എത്രത്തോളം ഒരു പുരോഗമനം അല്ലെങ്കിൽ എത്രത്തോളം ഊർജിതമായി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, എത്രത്തോളം സജ്ജീകരിക്കാൻ സാധിക്കും, എത്രത്തോളം സമ്പർക്ക പട്ടികയിൽ ഉള്ള ആൾക്കാരെയും അതേപോലെ തന്നെ ഈ നിരീക്ഷണത്തിലുള്ള ആൾക്കാരുടെയും ഒക്കെ ലക്ഷണങ്ങളെ പിടിച്ചു കെട്ടാൻ സാധിക്കും എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിലാണ് നമുക്ക് അറിയാൻ സാധിക്കുക. ലിബീഷ്. ശരി കാളിദാസ്.